കേം ടു അഹമ്മദാബാദ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരവസ്ഥയിൽ ഞാൻ പറയും KFC ആണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KFC കഴിക്കാൻ. മന്ത്ലി ഒരു വട്ടമൊക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ട് KFC കഴിക്കാറുണ്ട്. അപ്പോൾ ഈ വട്ടം പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം, എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടു. ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് KFC ഒക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു. പിന്നെ അന്ന് എനിക്ക് പനിയായിരുന്നു ഇത് കഴിക്കാൻ പോയ ദിവസം, അതുകൊണ്ട് പെപ്സി കുടിക്കണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവരുടെ ഈ പെപ്സിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ എപ്പോഴും അത് കുടിച്ചു പോകും. എന്നിട്ട് ഞാൻ വീഡിയോ നോക്കിയിട്ട് അയ്യോ കുടിച്ചല്ലോ എന്നായിപ്പോയി. എന്നാലും ഞാൻ അത് മുഴുവൻ കുടിച്ച് തീർത്തു. പിന്നീട് ഞങ്ങൾക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, 1 മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ. വീണ്ടും ഞാൻ പെപ്സി കുടിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം തൊണ്ടവേദന 100% ഉറപ്പുണ്ടായിട്ടാണ് ഞാൻ KFCയിൽ ആ പെപ്സി കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്കെപ്പോഴും ഈ ചിക്കൻ കാല് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ നോക്കിയിട്ട് എപ്പോഴും ചിക്കൻ കാല് തപ്പിയെടുത്ത് ഞാനത് കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്കറിയില്ല ഈ മസാല ഇവർ മേലെ ഇടുന്നത് എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആദ്യം അതിൽ ചിക്കനിലെ മസാലയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ തിന്നാറ്. എന്നെപ്പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനത് കഴിച്ചു തീർത്തത്. ആദ്യം ഭയങ്കര ആവേശമായിരുന്നു തിന്നാൻ. അത് കഴിഞ്ഞപ്പോൾ ആവേശം പോയി 2 പീസ് ചിക്കൻ കാല് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും KFCനോട് മടുത്തു. ഇത്രയും ചിക്കൻ അവിടെ ബാക്കി ഉണ്ടാക്കിയിട്ടും അതിൽ ബാക്കി വന്ന ലെഗ് പീസിൽ നിന്ന് അത്രയും ചിക്കൻ അവിടെ ബാക്കി ഉണ്ടായിട്ടും എല്ലിൻ്റെ പീസിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചിക്കൻ പീസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും ഞങ്ങൾ കഴിച്ച് തീർത്തു. ഈ എല്ല് ഞാൻ കഴിച്ച് തീർത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും കൂൾ ഡ്രിങ്കൊക്കെ കുടിച്ചു. ബാക്കി വന്ന കുറച്ച് പീസ് ഉണ്ടായിരുന്നു, അത് പാർസൽ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ചേട്ടന് ചെവിയും കേൾക്കില്ല, അതേപോലെ സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് പാക്കൊക്കെ ചെയ്ത് തന്നു. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ബിഹേവിയറാണ്. അപ്പം എന്തൊക്കെ എന്നോട് പറയുന്നുണ്ട്, സോസൊക്കെ വെക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ എനിക്ക് പറ്റുന്ന പോലെ മൂപ്പരെ ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവസാനം എന്നോട് ചിരിച്ചൊക്കെ ചെയ്ത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് ബിഹേവ് ചെയ്യും. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ആ ഒരു ബിഹേവിയർ തന്നെ മതി, ധാരാളമാണ്.